കിരീടങ്ങൾ, ക്രൗൺസ്. കിരീടങ്ങളെക്കുറിച്ചാണ് ഒരു 5-6 സെഷൻസ് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടോപ്പിക്കാണ്. അധികം ആരും പറഞ്ഞ് എടുക്കാറില്ല. പക്ഷേ ഒരു സമയമാകുമ്പം കർത്താവ് പറഞ്ഞല്ലോ കിരീടം കൂടെ. ഈ ഞാൻ അയക്കുന്ന വചനങ്ങളൊക്കെ നിരന്തരം 14 വർഷമായി ഇപ്പോൾ വചനം അയക്കുന്നു. നിരന്തരം കേൾക്കുന്നവർക്ക് കിരീടങ്ങൾ ഉണ്ടെന്നുള്ളത് ഷുവറാണ്. ഇത് തോട്ട് പ്രോസസ്സ്, അതായത് നമ്മൾ ഈ വചനത്തിന് വലിയ ശക്തിയാണ്. വചനം കേൾക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കുകയാണ്. വചനം കേൾക്കണം, നമുക്കിഷ്ടമാണേലും അല്ലെങ്കിലും വചനം കേട്ടുകൊണ്ടേയിരിക്കണം. കാരണം ഇറ്റ് ഹാസ് ആൻ ഇഫക്റ്റ്. ഞാനെപ്പോഴും പറയും, പ്രയാസമുള്ള ഭവനങ്ങളിൽ ഈ വചനം ഇങ്ങനെ പുറകിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കണം. അല്ല പാട്ട് അറിയാവുന്നവർക്ക് പാട്ട് ഇട്ടുകൊണ്ടിരിക്കണം. കാരണം ദ അറ്റ്മോസ്ഫിയർ, ടേക്കിംഗ് ദ ജൂറിസ്ട്രിക്ഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ എന്ന് പറയും. കിരീടങ്ങളെക്കുറിച്ച് എടുക്കുകയാണ്. കിരീടങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രൗൺസ്. ക്രൗൺ എന്ന് പറഞ്ഞാൽ ക്രൗൺസ് റിപ്രസെൻറ്റ് അതോറിറ്റി, പൊസിഷൻ ആൻഡ് പവർ. അതായത് ഒരു അധികാരത്തെ, ഒരു ശക്തിയെ, അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്തെ ഒക്കെ കാണിക്കുന്നതാണ് കിരീടങ്ങൾ. നമ്മൾ കിരീടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഉറപ്പെട്ട ചിന്ത വരുന്നത്, എൻ്റെയൊക്കെ ചിന്ത വരുന്നത്, നമ്മൾ ബ്രിട്ടൻ, ഞങ്ങൾ ലോ പഠിക്കാൻ ഇംഗ്ലണ്ടിലാണ് പോയത്. അവിടെയായിരുന്നു. അപ്പം ഇംഗ്ലണ്ടിലുള്ള രാജ്ഞിയുടെ തലയിലെ കിരീടം വെച്ച് അവർ ഹോഴ്സിൻ്റെ കുതിരപ്പുറത്ത് പട്ടാളങ്ങളുമായിട്ട് ഇറങ്ങി വന്ന്, അവിടെ ഇംഗ്ലണ്ടിലെ ഒരു വലിയ കാഴ്ചയാണത്. ഈ രാജ്ഞി ഇങ്ങനെ സകല അതോറിറ്റിയും പദവിയും വസ്ത്രങ്ങളും കിരീടങ്ങളും ഒക്കെ വെച്ച് റോഡിൽ ഇടയ്ക്കിടയ്ക്ക് പ്രൊസഷൻ ചെയ്യും. അപ്പോൾ നമ്മളെല്ലാവരും പോയി കാണാൻ നിൽക്കും. കാരണം അതൊരു വലിയ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. അപ്പോൾ കിരീടം എന്ന് പറയുന്നത് it's a circular ornamental headdress worn by monarch as a symbol of authority, usually made of or decorated with precious metals, jewels and diamonds. അതായത് ഒരു തലയിലൊരു കിരീടം എന്നൊരു വട്ടത്തിലുള്ള ഒരു നമുക്ക് മനസ്സിൽ ഒരു റീത്തായിട്ടോ അല്ലെങ്കിൽ ഒരു തൊപ്പി പോലെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ, കിരീടത്തിൻ്റെ മേളിൽ പ്രഷ്യസ് മെറ്റൽസ്, അതുപോലെ തന്നെ ഗോൾഡിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ചിലപ്പം അതിന് മേൽ വലിയ ഡയമണ്ട്സ്. ഇപ്പോൾ കോഹിനൂർ ഡയമണ്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ക്രൗണിൻ്റെ മുൻപിൽ ഒരു ഒരു വലിയൊരു ഡയമണ്ട് ഉണ്ട്. അത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ളതാണ് എന്ന് നമ്മൾ പറയുന്നു. എന്താണെന്നേലും അത് ആ കിരീടത്തിൻ്റെ മേളിലാണ് അത് ഇരിക്കുന്നത്. ഇത് ഓൾ ഷോസ് ദി പവർ ആൻഡ് ദ pomp ആൻഡ് ദി അതോറിറ്റി വിച്ച് ദേ ക്യാരി വിത്ത് ഇറ്റ്. അപ്പം കിരീടം വെച്ച് കാണുന്ന ഒരു രാജാവിനെ അല്ലെ രാജ്ഞിക്കും കിരീടമില്ലാതെ കാണുന്ന രാജാവിനും രാജ്ഞിക്കും വ്യത്യാസമുണ്ട്. അപ്പം കിരീടങ്ങൾ രാജാക്കന്മാർക്കാണ് പഴയ കാലങ്ങളിൽ തലയിൽ വെച്ച് കൊടുത്തത്. എന്നാൽ മതപുരോഹിതന്മാരുടെ മേലുണ്ട്. എന്നാൽ ചാമ്പ്യൻസ്, അതായത് സ്പോർട്സിലൊക്കെ ഏറ്റവും ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക്, ഒളിമ്പിക്സിലൊക്കെ പോകുന്നവർക്ക്, അവർക്ക് റീത്ത് അല്ലെങ്കിൽ കിരീടങ്ങൾ അന്ന് വെച്ച് കൊടുത്തിരുന്നു. അന്നത്തെ കിരീടങ്ങളൊക്കെ വെറും ഇല കൊണ്ടുള്ളതൊക്കെ, അല്ലെങ്കിൽ പൈൻ ലീവ്സ് കൊണ്ട്, ഒലീവ് ലീവ്സ് കൊണ്ടൊക്കെ, അല്ലെങ്കിൽ പൂക്കൾ കൊണ്ടുണ്ടാക്കി, അതൊരു ഹെഡ് ബാൻഡ് ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ കിരീടങ്ങൾ പല രൂപത്തിലും ഒക്കെ വരും. പക്ഷേ കിരീടങ്ങൾ അതോറിറ്റിയാണ്, അല്ലെങ്കിൽ അധികാരത്തെയാണ് കാണിക്കുന്നത്. നമ്മൾ വിശ്വാസ ജീവിതത്തിൽ കിരീടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കിരീടം ജീവൻ്റെ കിരീടമാണ്. അതിനെക്കുറിച്ച് ഞാൻ 3-ാമത്തെ സെഷനിൽ എടുക്കുന്നതാണ്. അപ്പം മെയിനായിട്ട് പല കിരീടങ്ങൾ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ കിരീടങ്ങൾ ഓരോന്നും ആത്മീക ഗോളത്തിൽ ദൈവം ആദ്യമേ നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന കിരീടം ജീവൻ്റെ കിരീടമാണ്. അതായത് രക്ഷയുടെ കിരീടം. ആ ജീവൻ്റെ കിരീടം കിട്ടിക്കഴിഞ്ഞിട്ടേ ബാക്കി കിരീടങ്ങൾ വെച്ചിട്ട് കാര്യമുള്ളൂ. കാരണം അല്ലെങ്കിൽ പ്രയോജനമില്ല. അപ്പം നമ്മുടെ തലയിൽ ഒരു സമയത്ത് ഒരു കിരീടമേ വെക്കാനൊക്കത്തുള്ളൂ എങ്കിൽ ജീവകിരീടമാണ് അത് വെക്കേണ്ടത്. നിത്യതയുടെ അല്ലെങ്കിൽ രക്ഷയുടെ, ഇറ്റേണൽ ലൈഫിൻ്റെ, നിത്യമായ ജീവിതത്തിൻ്റെ കിരീടമാണ്. അതെല്ലാ വിശ്വാസികളുടെയും തലയിൽ അവർ ബാപ്റ്റൈസ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെടുന്ന ദിവസമോ, ഏറ്റുപറയുന്ന ദിവസമോ, അത് എപ്പോഴോ ഓരോരുത്തർക്കും ഓരോ സാഹചര്യത്തിലാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുക, ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്ന നിമിഷത്തിൽ വാ കൊണ്ട് ഏറ്റുപറയുമ്പോൾ നീ രക്ഷിക്കപ്പെടും. അതിൻ്റെ കൂടെ ബാപ്റ്റിസം ഒന്നും പറയുന്നില്ല. അപ്പോൾ ആ നിമിഷത്തിൽ തന്നെ ഒരു കിരീടം നമ്മുടെ തലയിൽ വെക്കുകയാണ്. ബാപ്റ്റിസത്തിന് കുഞ്ഞുങ്ങളുടെ തലയിൽ കിരീടം വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അഡൽട്ട് ബാപ്റ്റിസം എടുക്കുമ്പോഴും കിരീടം വെക്കുന്നത്. ഇതെല്ലാം നിത്യമായ ജീവൻ്റെ കിരീടങ്ങളാണ് ആദ്യമേ ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. പലതരത്തിലുള്ള കിരീടങ്ങളെക്കുറിച്ച് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവകരങ്ങളിലുള്ള ഭംഗിയുള്ള കിരീടം. അതായത്
കിരീടം കിട്ടേണ്ടത് ദൈവത്തിൽ നിന്നാണ്. മറ്റുള്ളവരുടെ നിന്ന് പിശാചനും കിരീടങ്ങൾ കൊടുക്കുന്നുണ്ട്, അവനും കിരീടങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന്, ആരുടെ കയ്യിൽ നമ്മൾ ഇരിക്കുന്നുവോ അതനുസരിച്ചാണ് നമ്മുടെ ബലം. അപ്പം നമ്മളെ അപ്രീഷിയേറ്റ് അല്ലെങ്കിൽ നമ്മളെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിലാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ അവർ നമ്മളെ മാനിക്കും. അതിന് സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ, നമ്മളെയൊക്കെ കുടുംബങ്ങളിൽ ചെറുപ്പകാലത്തിലൊക്കെ നമ്മുടെ വല്യപ്പച്ചന്മാർ നമ്മളെക്കുറിച്ച് അങ്ങേയറ്റം ചിന്തിക്കുകയും അങ്ങേയറ്റം ഡ്രീം ചെയ്യും, നമ്മൾ വിഷ്വലൈസ് ചെയ്യും അവർ. ഇപ്പോൾ എൻ്റെയൊക്കെ ഗ്രാൻഡ് ഫാദർ എന്നെക്കുറിച്ച് വളരെ വളരെ ഹൈ ആയിട്ട് ചിന്തിക്കുന്ന എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ ഓടുന്നതായിട്ട് കാണാം. അതായത് നമ്മൾ വേണ്ടാത്ത ഒരു കാര്യത്തിൽ ചെന്ന് എന്തെങ്കിലും തൊട്ടാൽ തന്നെ അത് തുടരുത്, അവിടെ പോകരുത്, നീ അതിൽ ഇവിടെ ഇരിക്കേണ്ടിയവളാ എന്നും പറഞ്ഞ് നമ്മളെ മാറ്റിയിരുത്തിയിട്ട് അപ്പച്ചൻ്റെ കൂടെ ഇരുന്ന് ഉപദേശിക്കുന്ന സമയങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷൻസ് അല്ലെങ്കിൽ ഒരു ദീർഘദൃഷ്ടി എനിക്ക് തന്നത്. അതുകൊണ്ടാണ് ലോ പഠിച്ചതും, കാരണം വലിയപ്പച്ചനാണ് അതിൻ്റെ പുറകിലുള്ള ഉത്തേജനം. അപ്പം നമ്മൾക്ക് ഓർക്കണേ, വീട്ടിൽ നമ്മൾ ആരെയാണ് നമ്മളെ ഏറ്റവും ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നത്, ആദരിക്കുന്നത്, അവരുടെ കയ്യിലാണ് നമ്മൾ ചെല്ലുന്നത് എങ്കിൽ നമ്മൾ വളരും. അതല്ല നമ്മളെ അടിച്ചു താഴ്ത്തുന്നവരാണെങ്കിൽ ഈ കിരീടം കൊണ്ടൊന്നും ഒരു പ്രയോജനം. അപ്പം കിരീടങ്ങൾ ദൈവം നമുക്ക് ദൈവകരങ്ങളിലെ കിരീടം തരുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ 62:3 പറയുന്നത്, യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള ഒരു കിരീടമാണ്. അല്ലേ, നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ ഭംഗിയുള്ള കിരീടമാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്നും രാവിലെ എഴുന്നേൽക്കുമ്പം നമ്മൾ ഈ കിടക്കാൻ നേരത്ത് കിരീടം വെക്കത്തില്ല, കിടന്നുകൊണ്ട് കിരീടം വെക്കാനൊക്കത്തില്ല. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആദ്യം ഈ ജീവൻ്റെ കിരീടം ഉണ്ടോ എന്നൊന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത് പറഞ്ഞു തരുന്നത് അത്യാവശ്യമാണ്. കാരണം കിരീടം വെച്ചവൻ നിൽക്കുന്നതും കിരീടം ഇല്ലാത്തവൻ നിൽക്കുന്നതും പോസ്ചർ തന്നെ വ്യത്യാസമുണ്ട്, ഇല്ലേ? നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴേ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ പോകുമ്പോഴേ കുടങ്ങൾ, പല കുടം 1, 2, 3, 4, 5 ഇങ്ങനെ കുടം ഒന്നിൻ്റെ പുറകെ ഒന്നിൻ്റെ വെച്ച് സ്ത്രീകൾ വെള്ളം പൊക്കിക്കൊണ്ട് നടക്കുന്നതാണ്. അവരുടെ നട്ടൽ ഇങ്ങനെ നല്ല നൂർന്നാണ് നിൽക്കുന്നത്, ബിക്കോസ് ദേ ആർ സോ സ്റ്റഡി. അത് തന്നെയാണ്, ഒരു രാജാവിൻ്റെ തലയിൽ കിരീടം വെക്കണമെങ്കിൽ യു ഹാവ് ടു ബി സ്ട്രോങ് ആൻഡ് സ്റ്റഡി. അപ്പം നമ്മൾ ദൈവമക്കളാണ് എങ്കിൽ ഈ കിരീടം നമ്മുടെ തലയിലുണ്ട് എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. 62:3 ഇങ്ങനെയാണ് പറയുന്നത്, യഹോവയുടെ വായ് കൽപ്പിക്കുന്ന ഒരു പുതിയ പേര് നിനക്ക് വിളിക്കപ്പെടും. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ രാജമുടിയും ആയിരിക്കും. അപ്പം ദൈവത്തിൻ്റെ കിരീടങ്ങളായിട്ട് നമ്മളെ കാണുന്നു എങ്കിൽ അവന് പ്രഷ്യസാണ് ഞാൻ. ആരും ഇതെനിക്ക് പണം ഉണ്ടായിട്ടോ പദവി ഉണ്ടായിട്ടോ അല്ലെങ്കിൽ വലിയ കുടുംബ പേരുണ്ടായിട്ടോ ഒന്നും അല്ല. എനിക്ക് എൻ്റെ അപ്പൻ എന്നെ മാനിക്കുന്നു എങ്കിൽ എനിക്കൊരു വിലയുണ്ട്. അതാണ് അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം. ഈ പദവികൾ മനസ്സിലാക്കുന്നത് അപ്പന്മാരിൽ കൂടിയാണ് മക്കൾ. അപ്പനില്ലാതെ വളരുന്ന മക്കൾക്ക് ഒരു അനാഥത്വം ഉണ്ട്, അറിഞ്ഞോ അറിയാതെ അവിടെ ഉണ്ട്. അത് എത്ര പേര് മനസ്സിലാക്കുന്നൊന്നും അറിയത്തില്ല. അപ്പോഴൊക്കെ ഈ അപ്പന്മാർ ജോലി ചെയ്ത് പണം ഉണ്ടാക്കി പദവി ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് മക്കൾ അപ്പൻ്റെ സാന്നിധ്യം ഇല്ലാതെ പോകുന്നതൊരു ശപിക്കപ്പെട്ട അവസ്ഥയാണ്. അങ്ങനെ ഉണ്ടാകരുത്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ ദൈവത്തെ അറിയാതെ ദൈവത്തെ മറന്ന് തന്നെത്താനെ പ്രയത്നിച്ച് കാശുണ്ടാക്കാൻ നോക്കുകയാണ്. അതപ്പം ഭംഗിയുള്ള ഒരു കിരീടം ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ വാങ്ങിക്കാൻ ആഗ്രഹം. രണ്ടാമത്തെ, ജ്ഞാനമാകുന്ന മഹത്വ കിരീടം. അത് ഉയരത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കേണ്ടത്. ജ്ഞാനത്തിൻ്റെ കിരീടം എന്ന് പറയുമ്പോൾ അത് ജ്ഞാനം എന്ന് പറയുമ്പോൾ വിസ്ഡമാണ്. ഈ നോളജ് കൊണ്ട്, ആദ്യമേ നോളജ് എന്ന് പറയുന്നത് നമ്മൾ പലത് വായിച്ചിട്ട് ശീലിച്ചിട്ട് പുസ്തകങ്ങളിൽ കൂടെ അല്ലെങ്കിൽ നമ്മൾ പാമിലെ യൂട്യൂബിലൊക്കെ കൂടെ കണ്ടു പഠിക്കുന്ന പല കാര്യങ്ങളാണ്. പക്ഷെ വിസ്ഡം ഈസ് ഫ്രം എബവ്. അതായത് ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ കിട്ടുന്ന അറിവുകളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിനോട് നമ്മളെ ചേർത്ത് വെച്ചിട്ട് വേണം പഠിക്കാൻ. അതില്ലെങ്കിൽ നമ്മൾ വി ബിക്കം ചെലമ്പെന്ന് ചെമ്പോ കൈത്താളമോ ഒക്കെ ആയി മാറുന്നു പറയുന്നത് പോലെ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. വെറുതെ നമ്മൾ കുറച്ച് കിരീടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യാം എന്നല്ലാതെ അതുകൊണ്ട് ഒരു ഗുണമില്ല. അപ്പം നല്ലതായിട്ടുള്ള നേർവഴിക്ക് പോകണമെങ്കിൽ, ശരിയായ രീതിയിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ, പാത തെറ്റാതെ ഓടണമെങ്കിൽ ജ്ഞാനമുള്ള കിരീടം നമുക്ക് ലഭിക്കണം. അത് ആഗ്രഹിക്കണം. വിസ്ഡം ഈസ് എ ഗിഫ്റ്റ് ഫ്രം എബവ്. അത് യാക്കോബി പറയുന്നുണ്ട് 3-ാം അധ്യായത്തിൽ എന്താണ് വിസ്ഡം എന്ന്. ആ വിസ്ഡം നമ്മളിൽ ഉണ്ടായില്ല എങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. അപ്പോൾ അറിവ് കൂടിയാലും ദുരുപയോഗം ഉണ്ടാകും. അറിവ് കൂടിയിട്ടാണ് ഇപ്പോഴത്തെ കാലങ്ങളിൽ നമ്മൾ 20 വയസ്സിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കുഞ്ഞുങ്ങളിപ്പം 4-5 വയസ്സിൽ മനസ്സിലാക്കുന്നു. ഇറ്റ് ഈസ് ഡേഞ്ചറസ് ഇൻ എ വേ.
അത് ശരിയായിട്ട് ചാനൽ ചെയ്യാൻ വയ്യെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി പൈസ കിട്ടിയിട്ട് അവർക്ക് അപ്പനെ അമ്മയെ മാനിക്കണ്ട. അത് ബന്ധങ്ങൾ ഉലഞ്ഞു പോകുന്നു, തന്നെത്താനെ പവർ ഉണ്ടാകുന്നു. അതൊക്കെ ദൈവം അതിൻ്റെ ആ പേസ് വെച്ച് നമുക്ക് തന്നിരിക്കുന്ന എല്ലാം ഉൾട്ടാക്കി നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അറിവ് കൂടുന്ന ഒരു ദുരുപയോഗമാക്കി മാറാൻ സാധ്യതയുണ്ട്. സാമൂഹിക ബോധം വളർത്തണം. അതായത് എനിക്ക് തന്നിരിക്കുന്ന കഴിവുകൾ എൻ്റെ സ്വാർത്ഥമായ ആവശ്യത്തിനല്ല, പിന്നെയോ അത് മറ്റുള്ളവർക്ക് നന്മയ്ക്ക് വേണ്ടിയാണ്. ബിക്കോസ് എവ്രി ഗിഫ്റ്റ് എന്ന് പറയുമ്പം ദൈവം 9 ഗിഫ്റ്റുകൾ മെയിനായിട്ട് പറയുന്നുണ്ട്. ഫലങ്ങളുണ്ട്, ഗിഫ്റ്റുകളുണ്ട്. ഈ വരങ്ങൾ, അതായത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ, പരിജ്ഞാനത്തിൻ്റേത്, വിശ്വാസത്തിൻ്റേത്, അതിശയങ്ങളുടേത്, ഇങ്ങനെ പല ഗിഫ്റ്റുകൾ ഗലാത്യറിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഗിഫ്റ്റുകൾ തരുന്നത് പൊതുപ്രയോജനത്തിനാണ്. ഞാനെന്നും പറഞ്ഞ് വളർന്നിട്ട് ജഡത്തിൽ പൊങ്ങി നിൽക്കാനല്ല ഈ ഗിഫ്റ്റുകൾ തരുന്നത്. പക്ഷേ ഈ ഒരു തലമുറകളോട് അത് പറഞ്ഞ് പഠിപ്പിക്കാൻ ആളുകളില്ലാതെ പോകുന്നു. എവ്രി ഗിഫ്റ്റ് യു ആർ അക്കൗണ്ടബിൾ ടു ഗോഡ്. ആരൊക്കെ തന്നെ. അതുകൊണ്ട് മടി അലസത എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കൊക്കത്തില്ല. അതൊരു ദുഷ്ടശക്തിയാണ്. ദൈവം ഗോഡ് ഹെയ്റ്റ്സ് ഇറ്റ് ഓൾസോ. അലസനെ കണ്ടാൽ അറിയാമെന്ന് വേദപുസ്തകത്തില്ല, അവൻ്റെ സ്ഥലം നോക്കിയാലും അറിയാം. ഇതൊക്കെ ശാപങ്ങളാണെന്നും ഇത് നമ്മൾ വെറുക്കണം. അതായത് ഈ സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെതല്ലാത്തതിനെ നമുക്ക് വെറുക്കുന്നത് ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ ഇത് ഇട്ട് കൊടുക്കണം, ഇംപ്രിൻ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ മാത്രമേ ഈ കിരീടങ്ങളുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. 2 കിരീടങ്ങളെടുത്ത് അടുത്ത ദിവസം ബാക്കി കിരീടങ്ങൾ, പല കിരീടങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിലെ 1-ാമത്തെ കിരീടം, ഞാൻ ആദ്യത്തെ കിരീടത്തെക്കുറിച്ച് പറഞ്ഞ ജീവൻ്റെ കിരീടം, അതിന് പ്രത്യേകമായിട്ട് ഞാനൊരു സെഷൻ എടുക്കുന്നതാണ്. പക്ഷേ ദൈവത്തിൻ്റെ കയ്യിലെ ഭംഗിയുള്ള കിരീടങ്ങളായിട്ട് നമ്മളെ ദൈവം കണ്ടിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം അത് സത്യമാണ്. 2 ജ്ഞാനമാകുന്ന മഹത്വ കിരീടം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മളിൽ വ്യത്യാസം വന്നു വരും. അങ്ങനെ ഉണ്ടാകട്ടെ നമ്മുടെ തലമുറ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ കയ്യിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു തരണം. ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ ദൈവത്തിൻ്റെ ജ്ഞാനവും പരിജ്ഞാനമുള്ള മക്കളുണ്ടോ എന്ന് നോക്കിയാൽ ഈ കാലങ്ങളിൽ വളരെ കുറവാണ്. ആർക്കും ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചും സാവകാശമായിട്ട് അതിൻ്റെ ദൈവം നിയോഗിച്ച സമയങ്ങളിൽ കാര്യം ചെയ്തെടുക്കാനും അതിൻ്റെ പ്രോപ്പറായിട്ട് ചെയ്തെടുക്കാനും ഒക്കത്തില്ല, അറിയത്തില്ല കർത്താവേ. വിവാഹം എന്ന് പറയുന്നത് തന്നെ നീ തന്നെ ഒരു സമയത്ത് വെച്ചിരിക്കുകയാണ്. അത് വിവാഹത്തിന് മുൻപേ ഇപ്പം പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ജീവിക്കുന്നു, കൊച്ചു പൈതങ്ങളെ മിസ്യൂസ് ചെയ്യുന്നു. ഇതൊക്കെ ലോകത്തിൽ നിന്ന് നടക്കുന്ന ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവില്ലാത്തതുകൊണ്ട് ആരുടെ കയ്യിൽ നിന്നോ ദൈവം സൂക്ഷിക്കുന്ന അവൻ്റെ കയ്യിൽ നമ്മൾ മാറിയാണ് ജീവിക്കുന്നത്. അതിനാൽ വെറുതെ മറ്റുള്ളവർ മിസ്യൂസ് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെയും തലമുറകളെയും നഷ്ടപ്പെടുത്തി നശിപ്പിച്ച് ഇല്ലാതാക്കുന്നിടത്ത് നിൻ്റെ ജ്ഞാനത്തിൻ്റെ കിരീടം വെച്ചു കൊടുത്ത്, ജീവൻ്റെ കിരീടം വെച്ചു കൊടുത്ത് കർത്താവിന് അവർ ബലപ്പെട്ടതാണെന്നുള്ള ബോധം രാവിലെ തോറും അവരുടെ ഹൃദയങ്ങളിൽ ഇട്ടുകൊടുത്ത് അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥൻ എഴുന്നള്ളി വന്ന് ആത്മാവിൽ അവരുടെ മേലേക്ക് കടന്നു ചെന്ന് ഞങ്ങളീ അയക്കുന്ന വചനമില്ലേ പക്ഷേ പ്രാർത്ഥനകൾ, അത് ഭൂമിയുടെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ചെന്നിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കണ്ട് ഞങ്ങളുടെ മക്കൾ എവിടെ ഇരിക്കുന്നോ നമ്മുടെ ആവശ്യങ്ങളുടെ മേലെ, ഭർത്താക്കന്മാരുടെ മേൽ ഭാര്യമാർ ചെന്ന് കൊണ്ടിട്ട് പ്രവർത്തിച്ചിട്ടല്ലാതെ തിരിച്ചു വരാനൊക്കത്തില്ല. അത് ഞാൻ വചനം എഡിക്റ്റ് ചെയ്ത് അയക്കുകയാണ്. ഇറ്റ്സ് ആൻ ഓർഡർ ആൻഡ് എഡിക്റ്റ് ഫ്രം ദ ലിവിങ് ഗോഡ്. അങ്ങനെ പോകട്ടെ. ദൈവദൂതന്മാർ ഈ ദൂതുമായിട്ട് പോയിട്ട് അനേക മക്കളിൽ, ഭവനങ്ങളിൽ ഒരു രൂപാന്തരം ഉണ്ടാക്കുന്നതാക്കി മാറ്റണം കർത്താവേ. അതിനൊരു ഉത്തരം നീ തന്നേ പറ്റൂ കർത്താവേ. ഈ കിരീടങ്ങൾ വെക്കാൻ പറ്റിയ കുഞ്ഞുങ്ങൾ കിരീടം ധരിക്കാതെ ദരിദ്രാവസ്ഥയിൽ ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് അവരെ നിൻ്റെ രാജകീയ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ ആ കിരീടം ധരിച്ച് നൂർന്ന് നിന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള പ്രാപ്തി ഇട്ട് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദൂതന്മാരത് ചെയ്തെടുക്കട്ടെ. ഗബ്രിയേല്, മിഖായേല്, റഫേല് കടന്നു വന്നിട്ട് ഇതൊക്കെ ചെയ്തെടുത്ത് തലമുറകളിൽ നഷ്ടപ്പെട്ടതായ അവകാശങ്ങളെ തിരിച്ചെടുക്കാൻ സുബോധത്തിൻ്റെ ആത്മാവ് ദൈവം അയക്കുമ്പോൾ ഉടനടി തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കുതിരകളെ, രഥങ്ങളെ അവിടെ പോയി പ്രവർത്തിക്കട്ടെ. അതാ ഞങ്ങളൊരു വചനമായി അയച്ചാൽ അത് പ്രവർത്തിക്കാതെ തിരിച്ചു വരത്തില്ല എന്ന് അവിടുന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ വചനം അയച്ചിരിക്കുന്നു, ഉത്തരവുമായിട്ട് കടന്നു വരട്ടെ. അങ്ങനെ സംഭവിപ്പിക്കുന്നതിനാൽ സ്തോത്രം നാഥ. അധികാരത്തോടും അവകാശത്തോടും കൂടെ അയക്കുന്ന വചനങ്ങൾക്ക് ഉത്തരം കിട്ടുമല്ലോ കർത്താവേ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.